എല്ലാവർക്കും നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാടം നക്ഷത്രക്കാരുടെ 2025 വിഷുഫലങ്ങൾ നമുക്ക് നോക്കാം. ശനി മീനത്തിലും വ്യാഴവിടവത്തിലും നിൽക്കെ കൊല്ലവർഷം 1200 മേടമാസം 1-ാം തീയതി, അതായത് 2025 ഏപ്രിൽ 14-ാം തീയതി തിങ്കളാഴ്ച ഉദയത്തിന് മുമ്പ് 7 നാഴിക 25 വിനാഴികയ്ക്ക്, അതായത് പുലർച്ചെ 3 മണി 21 മിനിറ്റിന് ചോതി നക്ഷത്രം തുലാക്കൂറും കൃഷ്ണപക്ഷ പ്രഥമതിഥിയും വരാഹകരണവും വജ്രനാമ നിത്യയോഗവും കൂടിയ സമയത്ത് മേടവിഷു സംക്രമം ഉണ്ടായി. ഈ വിഷു സംക്രമം നടക്കുന്ന സമയത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ്, തിഥി പ്രഥമയാണ്, കരണം എന്ന് പറയുന്നത് വരാഹകരണമാണ്, നിത്യയോഗം വജ്രനാമ നിത്യയോഗം. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തി, അതിൽ പ്രധാനമായിട്ടും സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി വിഷുഫലങ്ങൾ നമുക്ക് ഗണിച്ചെടുക്കാം. പിന്നെ ആ സമയത്തുള്ള ഗ്രഹസ്ഥിതി അതും ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആയം, വ്യയം, കന്തായം തുടങ്ങിയ ഘടകങ്ങളും വിഷുഫലത്തിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഉത്രാട നക്ഷത്രം ആദി ഷഡ്കം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. സംക്രമ നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി മറ്റ് നക്ഷത്രങ്ങളെ 6 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദി ഷഡ്കം, മധ്യ ഷഡ്കം, അന്ത്യഷഡ്കം, ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ഇങ്ങനെ 6 വിഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഷഡ്കം എന്ന് അവസാനിക്കുന്ന ഗ്രൂപ്പിലെ നക്ഷത്രക്കാർക്ക് ഗുണകരമായ വിഷുഫലമാണ്. ശൂലം എന്നുള്ള എക്സ്റ്റൻഷനുള്ള ഗ്രൂപ്പിലെ നക്ഷത്രക്കാർക്ക് ഗുണകരമല്ലാത്ത അല്ലെങ്കിൽ അല്പം ദോഷകരമായ ഫലവുമാണ് പൊതുഫലമായിട്ട് പറയാവുന്നത്. ഇതിൽ ഈ ഉത്രാട നക്ഷത്രം ആദി ഷഡ്കമായതുകൊണ്ട് തന്നെ അവർക്ക് വിഷുഫലം ഗുണകരമായിട്ടാണ് വരുന്നത്. അവർക്ക് ഐശ്വര്യപൂർണമായ പല കാര്യങ്ങളും ഈ വർഷം ഉണ്ടാകും. വിവാഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വിവാഹയോഗമുണ്ട്. ബിസിനസ് രംഗത്തുള്ളവർക്ക് ബിസിനസ് നന്നായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. തൊഴിലിൽ ഗുണകരമായ മാറ്റങ്ങൾ, പ്രൊമോഷനോ അല്ലെങ്കിൽ പദവികളോ ഒക്കെ ലഭിക്കാം. ശമ്പള വർധനവ് ഉണ്ടാകാം. പിന്നെ പൊതുസമ്മതരായിട്ട് നിൽക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ, കലാപ്രവർത്തകർ, അവർക്കൊക്കെ ഗുണകരമായ ഒരു വർഷമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ വിഷു ഫലം കൊണ്ട് വ്യക്തമാകുന്നത്. ഉത്രാട നക്ഷത്രം 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പാദം ധനുക്കൂറിലും അവസാന 1/4 ഭാഗം മകരക്കൂറിലുമാണ്. അതിൽ ധനുക്കൂറിലെ ഉത്രാട നക്ഷത്രക്കാർക്ക് ശനി 4-ൽ നിൽക്കുന്നത് കൊണ്ട് കണ്ടകശനി ദോഷമുണ്ട്. മകരക്കൂറിലെ ഉത്രാട നാളുകാർക്കാണെങ്കിൽ 7.5 ശനിക്കാലം അവസാനിച്ച് ഗുണകരമായ മാറ്റമാണ് ഉണ്ടാകുന്നത്. പക്ഷേ വിഷുഫലം വെച്ച് നോക്കുമ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് ഗുണകരമായ വിഷുഫലമാണ് വരുന്നത്. ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. കുറേ കാലമായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ജോലി ലഭിക്കാം. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ ഇടയിലൊരു പരിഗണന കിട്ടുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നേരത്തെ കാര്യമായ പരിഗണന നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ഈ വിഷുഫലം കൊണ്ട് ഒരു ഗ്രൂപ്പിൽ നമുക്കൊരു സ്ഥാനം ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകും. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് യോഗമുണ്ട്. അതിനുവേണ്ട അനുമതികളൊക്കെ പഞ്ചായത്തിൽ നിന്നാണെങ്കിലും കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ സർക്കാരിൽ നിന്ന് അനുമതി കിട്ടേണ്ടതാണെങ്കിലും GSTയുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നതാണ്. സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കാൻ വേണ്ടി വിവിധ മാർഗങ്ങളിൽ കൂടെ ധനം ലഭിക്കാൻ യോഗമുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾ ഗുണപ്രദമാകും. അവരിൽ നിന്ന് പല സഹായങ്ങളും നമുക്ക് ലഭിക്കും. വീട് പണി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ്. ഒരുപക്ഷെ താമസിക്കാനും സാധിക്കും ഈ വർഷം തന്നെ. പൊതുവെ മാന്യമായിട്ട് എല്ലാവരോടും പെരുമാറാനുള്ള ഒരു കാലഘട്ടമാണ് ഇത്. അതിനുള്ളൊരു രീതിയാണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. ആത്മീയമായ താല്പര്യങ്ങൾ വർദ്ധിക്കുന്നതാണ്. പ്രാർത്ഥനകളൊക്കെ വർദ്ധിക്കും. അതോടൊപ്പം തന്നെ മക്കൾക്ക് അഭിമാനപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കും. അതിലും നല്ല സന്തോഷവും ദൈവത്തോട് നന്ദിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ ഒരു ആത്മീയ വളർച്ചയും അതുപോലെ ഭൗതിക സാഹചര്യങ്ങളിൽ ഒരു ഐശ്വര്യവും ഉത്രാട നക്ഷത്രക്കാർക്ക് വിഷുഫലം കൊണ്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ആ ഗ്രഹ അവസ്ഥ കൊണ്ട് വ്യാഴം, ശനി, സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്ന
ആ ഗ്രഹാവസ്ഥയുണ്ടല്ലോ വിഷു സംക്രമ സമയത്ത്, അത് വെച്ചുകൊണ്ട് നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ ഫലം ഒന്ന് നോക്കാം. അപ്പം ഈ വർഷം അങ്ങനെ നോക്കുമ്പോഴും സാമാന്യം ഗുണകരമാണ്. കുടുംബജീവിതം ഒക്കെ സമാധാനപരമാകും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുറഞ്ഞു വരും. പൊതുവെ മക്കളുമായിട്ടും കുടുംബമായിട്ടൊക്കെ നല്ല ബന്ധം കീപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു വർഷമാണ്. വാഹനം മാറ്റി വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. ദീർഘയാത്രകൾ ക്ഷീണവും ശരീരത്തിന് പ്രശ്നങ്ങൾ, വയറ്റിലെ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകേണ്ടി നിർബന്ധമായിട്ട് വരികയാണെങ്കിൽ വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. പണമിടപാടുകളിൽ കൃത്യത പാലിക്കാൻ സാധിക്കുന്നതാണ്. ജോലിയിലൊക്കെ ഉള്ളവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. ജോലി കൃത്യമായിട്ട് ചെയ്യാനും മേലുദ്യോഗസ്ഥർക്ക് തൃപ്തികരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കും. പിന്നെ മറ്റൊരു പ്രശ്നം കഫജന്യമായ രോഗങ്ങൾ, അതായത് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത ഈ വർഷം ഉണ്ട്. പൈതൃക സ്വത്തൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. മുതിർന്ന ചില ബന്ധുക്കൾക്ക് അനാരോഗ്യം സിദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും അസുഖങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രായം കൂടിയ ആളുകൾക്ക്. മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്ന ചില അവസരങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് പ്രാർത്ഥനയോടുകൂടി തന്നെ മനസ്സംയമനം പാലിക്കുക. ചില സമയത്ത് നമുക്ക് അമിതമായ കോപവും എടുത്തിയാട്ടമൊക്കെ തോന്നും, പക്ഷേ സംയമനം പാലിക്കുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ വിജയം നേടാനുള്ള യോഗമുണ്ട്. തൊഴിൽപരമായിട്ട് ഗുണകരമാണ്. വിദേശത്ത് നിന്ന് നാട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരത്തിൽ വരാനായിട്ട് സാധിക്കുന്നതാണ്. വരവും ചെലവും വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. വരവ് അതായത് ധനം നമ്മുടെ കയ്യിലേക്ക് വന്നാലും അപ്പോൾ തന്നെ ചിലവിനുള്ള എന്തെങ്കിലും ഒരു വഴി വന്നത് കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒരു അവസ്ഥ നേരിടേണ്ടി വന്നേക്കാം. സന്താന ഗുണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സമ്പാദിച്ച് വെച്ചാലും അത് പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയും ഈ വർഷം അനുഭവിക്കേണ്ടി വന്നേക്കാം. പിന്നെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള കേസുകളിലും വഴക്കുകളിലും ഒന്നും എപ്പോഴും വിജയം സിദ്ധിക്കണമെന്നില്ല. കഴിയുന്ന അത്തരം അവസരങ്ങളൊക്കെ ഒഴിവാക്കി നിർത്തുക. കണ്ണുകൾക്ക് ഏതെങ്കിലും രീതിയിൽ രോഗങ്ങൾ ബാധിക്കാം, ചെറിയ രീതിയിലുള്ള. കടം വാങ്ങാൻ ഉള്ള അവസരങ്ങൾ ചിലപ്പം വരും. കഴിയുന്നതും അത് ഒഴിവാക്കുക. തീരെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ കടം വാങ്ങാവുള്ളൂ. ചെറിയ തോതിലുള്ള ധനനഷ്ടത്തിന് സാധ്യത ഉണ്ട്. അതുകൊണ്ടാണത് സൂചിപ്പിച്ചത്. ജീവിത പങ്കാളിക്ക് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ കുടുംബത്തിലൊരു സന്തോഷം നിലനിൽക്കും. പക്ഷേ മാതാവിന് അരിഷ്ടതകളുണ്ടാകാൻ സാധ്യതയും ഉണ്ട്. ഇതാണ് നമുക്ക് ഗ്രഹസ്ഥിതി കൊണ്ടുള്ള ഫലം. ഇനി ആയം, വ്യയം, കന്തായം എന്നീ ഘടകങ്ങളും കൂടെ നോക്കാനുണ്ട്. ഉത്രാടത്തിൻ്റെ ആദ്യപാദം ധനുക്കൂറിലാണ് വരുന്നത്. ധനുക്കൂറിൻ്റെ ആയം എന്ന് പറയുന്നത് 5ഉം വ്യയം 5ഉമാണ്. വരവും ചെലവും തുല്യമാണ്. അതുകൊണ്ട് വരവും ചെലവും തുല്യമായിരിക്കും. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം മകരക്കൂറി വരുന്നത് കൊണ്ട് മകരത്തിൻ്റെ ആയം എന്ന് പറയുന്നത് 8ആണ്, വ്യയം 14ആണ്. അപ്പം വരവ് കുറവും ചെലവ് കൂടുതലും ആയിരിക്കും. അപ്രതീക്ഷിതമായ ചിലവുണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലം. നമ്മളതാണ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെ. ഗ്രഹസ്ഥിതി കൊണ്ട് നമ്മൾ കുറച്ച് പൈസയൊക്കെ കയ്യിലൊന്ന് ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേനും പെട്ടെന്നൊരു ചിലവിനുള്ള വഴി തുറന്നു വരും. ഇനി ഉത്രാട നക്ഷത്രത്തിൻ്റെ കന്തായ ഫലം എന്ന് പറയുന്നത് 1, 1, 3 ആണ്. അതുകൊണ്ട് മേടം മുതൽ 4 മാസം മനസ്സിന് സുഖം, ശരാശരി ധനലാഭം, പൊതുവെ സംതൃപ്തി ഇവയും. ചിങ്ങം മുതൽ 4 മാസം ബന്ധുസമാഗമം, മനസ്സിന് സുഖം, ശരാശരി ധനലാഭം ഇവയും ഫലമാണ്. ധനു മുതൽ 4 മാസം നല്ല രീതിയിലുള്ള ധനലാഭവും മനസ്സിന് തൃപ്തിയും സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലൊന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ഉത്രാട നക്ഷത്രക്കാർ ചെയ്യേണ്ട പരിഹാരങ്ങളെപ്പറ്റി നോക്കാം. ഉത്രാട നക്ഷത്ര ജാതർ നക്ഷത്രാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളാണ് പ്രധാനമായിട്ടും അനുഷ്ഠിക്കേണ്ടത്. നിത്യവും ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. അല്ലെങ്കിൽ സൂര്യസ്തോത്രം ഉണ്ടല്ലോ, ജപാകുസുമ സങ്കാശം കാശിവേയ മഹാദ്യുതിയും തമോഘ്നം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം, അങ്ങനെ ആ നവഗ്രഹ സ്തോത്രത്തിലെ സൂര്യൻ്റെ സ്തോത്രം നിത്യവും ജപിക്കുന്നത് നല്ലതാണ്. ഞായറാഴ്ച ദിവസം സൂര്യനെ പ്രാർത്ഥിക്കുക. അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. സൂര്യൻ്റെ അതിദേവത അല്ലെ സൂര്യനെ പ്രതീകവൽക്കരിക്കുന്ന ദേവത എന്ന് പറയുന്നത് ശിവനാണ്. അതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. അതുപോലെ പക്കപ്പിറന്നാൾ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. സുബ്രഹ്മണ്യ ഭജനം നടത്താൻ സാധിക്കുന്നവർ അതുകൂടെ ചെയ്യുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ എന്നും സുബ്രഹ്മണ്യ അഷ്ടോത്തരം ജപിക്കുന്നതും ഉത്തമമാണ്.
പിന്നെ ജന്മനാളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി സമർപ്പിക്കുക, പഞ്ചാമൃതം കഴിപ്പിക്കുക, അതൊക്കെ ഉത്തമമായ വഴിപാടുകളാണ്. കുടുംബദേവതയ്ക്കും നമ്മൾ ഒരു അർച്ചന മാസത്തിലൊന്ന് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കും. കടങ്ങൾ വർദ്ധിക്കാതെയൊക്കെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികൾക്കും അത് ഗുണകരമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഉത്രാട നക്ഷത്രക്കാരുടെ 2025 വർഷത്തെ വിഷുഫലം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.